നേതൃത്വം സംയുക്തമായി തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് കന്യാസ്ത്രീകളുടെ അന്യായമായ തടങ്കൽ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രകടനം രാജ്ഭവനിലേക്ക് പോവുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ക്രൈസ്തവർക്കെതിരെയുള്ള അക്രമം അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്യായമായി തുറക്കലിലടച്ച സന്യാസിനിമാർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുക, ജയിൽ മോചിതരാക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭരണഘടന ഉറപ്പാക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതത്തിൽ മതേതരത്വം നിലനിർത്തുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് സന്യാസിനിമാരുടെ മോചനത്തിന് കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി രാജ്ഭവന് മുന്നിൽ അവസാനിക്കുന്നത്. രാജ്ഭവന് മുന്നിൽ നടക്കുന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് KCBC പ്രസിഡന്റ് ഈ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സന്ദേശം നൽകുന്നത് മോസ്റ്റ് റവറൻഡ് ഡോക്ടർ തോമസ് ജെ നെറ്റോ, മെത്രാപ്പൊലീത്ത തിരുവനന്തപുരം അതിരൂപത, അഭിമന്യ ഐസക് മാർ ഫിലിക്സീനോസ്, മെത്രാപ്പൊലീത്ത മാർത്തോമാ സഭ, ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോൺ തെക്കേക്കര, തിരുവനന്തപുരം മേജർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വർക്കി ആറ്റുപുറം, തിരുവനന്തപുരം ക്രൈസ്തവ കൂട്ടായ്മയുടെ കൺവീനർ, തിരുവനന്തപുരം അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ യൂജിൻ എച്ച് പെരേര തുടങ്ങിയവർ ഈ രാജ്ഭവന് മുന്നിൽ നടക്കുന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ഛത്തീസ്ഗഡിൽ സന്യാസിനിമാരെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭാരതത്തിൽ ക്രൈസ്തവർക്കെതിരെ തുടരെയുള്ള അക്രമം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതത്തിൽ മതസൗഹാർദ്ദം നിലനിർത്തുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെച്ചിരിക്കുന്നത് ആ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത സഭാ നേതൃത്വം ക്രിസ്ത്യൻ സഭകളുടെ സംയുക്ത പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്തേക്ക് രാജ്ഭവനിലേക്ക് പ്രകടനം നടത്തുകയാണ്. മുഴുവൻ സ്ക്രീനിലും അത് തന്നെ വരട്ടെ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ മലയാളി കേന്ദ്രമന്ത്രിമാർ പുലർത്തുന്ന മൗനം അപകടകരവും ദുഃഖകരവുമാണ് എന്ന് നേരത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധ പ്രകടനം അതിനുശേഷം ആ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പോകുന്നത് KCBC പ്രസിഡന്റും മലങ്കര കത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ബാവയായിരിക്കും. അദ്ദേഹം നേരത്തെ പട്ടം ബിഷപ്പ് ഹൗസിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ കാര്യം ഓർമ്മിക്കുക. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നതിനെ മന്ത്രി അതിരൂക്ഷമായിട്ട് വിമർശിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് സമയത്ത് മാതാവിന് സ്വർണ്ണക്കിരീടം സമ്മാനിക്കാൻ പോയ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിക്ക് ഈ വിഷയത്തിൽ മൗനം പാലിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നാണ് മന്ത്രി പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചത്. എന്ന് മാത്രമല്ല, മറ്റൊരു മന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനും ഈ വിഷയത്തിൽ ഒളിച്ചുകളി കളിക്കുകയാണ് എന്ന് മന്ത്രി ആരോപിക്കുകയുണ്ടായി. BJP എപ്പോഴും ഉണ്ട് എന്ന് പറയുന്ന ന്യൂനപക്ഷ സ്നേഹം അതൊരു കാപട്യമാണെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് എന്നാണ് വി ശിവൻകുട്ടി സൂചിപ്പിക്കുകയുണ്ടായത്. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും ഇത് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഉത്തരേന്ത്യയിൽ ഒരു BJP, കേരളത്തിൽ മറ്റൊരു BJP എന്ന ഒന്നില്ല.
BJPയുടെ യഥാർത്ഥ മുഖം ഒരെണ്ണമേ ഉള്ളൂ. കേരളത്തിൽ BJP നേതാക്കൾ മുഖം മൂടി അണിഞ്ഞിരിക്കുകയാണ്. കേരളത്തിന്റെ മതനിരപേക്ഷ അടിത്തറ ശക്തമായതുകൊണ്ടാണ് അവരുടെ യഥാർത്ഥ മുഖം വെളിയിൽ കാണിക്കാത്തത്. അവസരം കിട്ടിയാൽ അതവർ പുറത്തു കാണിക്കുമെന്നും മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ അവർ കന്യാസ്ത്രീകളെയാണ് വേട്ടയാടുന്നതെങ്കിൽ അടുത്ത ലക്ഷ്യം പുരോഹിതന്മാരായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ ഈ പറയുന്ന കാര്യം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ന്യൂനപക്ഷ വേട്ട കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഇത്തരത്തിൽ നടപടിയുണ്ടായിട്ടുണ്ട് എന്നത് ഏറെ ഗൗരവകരമാണ് എന്നും വി ശിവൻകുട്ടി സൂചിപ്പിച്ചു. മതേതര ശക്തികൾക്ക് ശക്തി പകർന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിയൂ എന്നും മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. മലങ്കര കത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ അദ്ദേഹവുമായിട്ട് പട്ടം ബിഷപ്പ് ഹൗസിൽ മന്ത്രി വി ശിവൻകുട്ടി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ക്രിസ്ത്യൻ സഭകളുടെ സംയുക്ത പ്രതിഷേധം മൂടിക്കെട്ടിക്കൊണ്ട് രാജ്ഭവനിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ രാജ്ഭവനിൽ എത്തിക്കഴിഞ്ഞാൽ അല്പസമയത്തിനകം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ സ്ക്രീനിൽ കണ്ടതുപോലെ അവിടെ കസേരകളെല്ലാം തയ്യാറാക്കിയിട്ടിരിക്കുന്നു. അല്പസമയം കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട യോഗം ആരംഭിക്കും. മലങ്കര കത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ബാവ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. തത്സമയ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും. അഭിമന്യ പിതാക്കന്മാർക്ക് സ്റ്റേജിലേക്ക് കയറുവാനുള്ള വഴി ഒരുക്കി കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഹലോ ഷട്ടർ ഞാൻ ഒരു ഒറ്റ യൂണിറ്റാണുള്ളത്. ഇത് അഭിമന്യ പിതാക്കന്മാർക്ക് സ്റ്റേജിലേക്കുള്ള വഴി ഒരുക്കി കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണേ, നോക്കണേ ഇന്റെ കാര്യം. എടുത്തോളണേ വിളിക്കൂലേ.